Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruh. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നൈമിഷിക ജീവിതത്തിൻ്റെ നിസ്സാരത മനസ്സിലാക്കി പരലോകത്തിന് വേണ്ടി ഒരുങ്ങുന്നവനാണ്, തയ്യാറാകുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. നന്മ ചെയ്യുവാൻ വിശ്വാസികളുടെ മുന്നിൽ ലഭിക്കുന്ന ഓരോ സെക്കൻഡുകളും യഥാർത്ഥ വിശ്വാസികൾ ഉപയോഗപ്പെടുത്തും. നാളെ പരലോകത്ത് ചെയ്ത നന്മകളുടെ ഫലം അവൻ കണ്ടെത്തുമ്പോൾ തീർച്ചയായും വല്ലാത്തൊരു ആഹ്ലാദം, വല്ലാത്തൊരു സന്തോഷം നല്ല വിശ്വാസികൾക്കുണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ നാളെയെ മറന്ന്, പരലോകത്തെ മറന്ന്, ഈ ലോകത്തിൻ്റെ സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും ആനന്ദങ്ങളുടെയും എല്ലാം പിറകെ ഓടുന്ന, അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യർ, അവരെ സംബന്ധിച്ചിടത്തോളം പരലോകത്തവർ വലിയ ദുഃഖത്തിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളിൽ മുഴുകി ജീവിതം പാഴാക്കിയ മനുഷ്യരെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 30-ാമത്തെ വചനമാണ്. അല്ലാഹു പറയുന്നത്, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ വമാ അമിലത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ. വിശ്വാസികളായ ആളുകൾ
ഏറെ മനസ്സുകൊടുത്ത് ആലോചിക്കേണ്ട ഒരായത്താണിത്. അള്ളാഹു പറയുന്നത് നന്മയും തിന്മയും, ഒരു നന്മയാകട്ടെ തിന്മയാകട്ടെ, ആ നന്മയായും തിന്മയായും എന്തൊക്കെയാണ് ഒരാൾ പ്രവർത്തിച്ചിട്ടുള്ളത്, ആ പ്രവർത്തിച്ച ഓരോ കാര്യവും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അതെല്ലാം ഹാജരാക്കപ്പെട്ടതായ ഒരു സന്ദർഭം, അതെല്ലാം നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്ന, അതെല്ലാം നമുക്ക് കാണിച്ചു തരുന്ന, പ്രദർശിക്കുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. നമ്മൾ ചെയ്ത എല്ലാ നന്മകളും, നമ്മൾ ചെയ്ത എല്ലാ തിന്മകളും അതെല്ലാം കാണിക്കപ്പെടുന്ന, നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന, ഹാജരാക്കപ്പെടുന്ന ദിവസം. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ആ കാഴ്ചയവൻ കാണുമ്പോൾ, അഥവാ ഞാനും നിങ്ങളും നമ്മൾ ചെയ്ത നന്മകളെയും തിന്മകളെയും ഒക്കെ കാണുന്ന സമയം, തെറ്റുകൾ മാത്രം ചെയ്ത, പാപങ്ങൾ വർദ്ധിച്ച, പാപങ്ങൾ കൊണ്ട് ജീവിതം നിറഞ്ഞു നിന്ന ഒരു മനുഷ്യൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കുന്നത്, അവൻ ചിന്തിക്കുന്നത്, എൻ്റെയും എൻ്റെ പാപങ്ങളുടെയും ഇടയിൽ ദൂരമുണ്ടായിരുന്നെങ്കിൽ, അഥവാ ഞാൻ പാപം ചെയ്യാതിരുന്നെങ്കിൽ, ഞാൻ തെറ്റുകൾ ചെയ്യാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഓരോ മനുഷ്യനും കൊതിച്ചു പോകുന്ന ദിവസമായിരിക്കും ആ ദിവസമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠമെന്ന് പറയുന്നത്, ഞാനാകുന്ന നിങ്ങളാകുന്ന സകല മനുഷ്യരുടെയും മുമ്പിൽ നമ്മുടെ നന്മ തിന്മകൾ തുറക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഒന്നും മറച്ചു വെക്കാത്ത, എല്ലാം വെളിവാകുന്ന ദിവസം, എല്ലാം നമ്മൾ കാണുന്ന ദിവസം. ആ ദിവസം നമ്മൾ ആലോചിക്കുന്നത്, ഞാൻ ചെയ്ത തിന്മകളിൽ നിന്ന് ദൂരം പ്രാപിച്ചിരുന്നെങ്കിൽ, ഒന്ന് അകലത്തിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്? നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ ആയത്ത് പലതവണ നമ്മൾ ഓതിപ്പോവുകയാണ്, നമ്മൾ കേട്ടുപോവുകയാണ്. എന്തിനാണിത്? ഓർമ്മയുണ്ടാകാനാണ്, ചിന്തിക്കാൻ വേണ്ടിയാണ്. നാളെ ഇങ്ങനെ ഒരവസ്ഥ വരാനുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 81-ാമത്തെ ആയത്ത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ബലാ മൻ കസബ സയ്യിഅതൻ വഅഹാതത് ബിഹി ഖതിഅതുഹു ഫഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യന്മാർ, പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവര് ആ തെറ്റുകൾ നിമിത്തം അവർ നരകാവകാശികളാണ്. അവർ ചെയ്ത പാപങ്ങൾ കാരണം അവർ നരകത്തിന്റെ ആളുകളാണ്. മാത്രമല്ല, ആ നരകത്തിൽ അവർ നിത്യവാസികളാണ് എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? നമുക്ക് ലഭിക്കുന്ന സമയങ്ങളെ നന്മകൾ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്നവരാണോ, അതോ നമ്മുടെ ജീവിതം പാപങ്ങൾ കൊണ്ട് നിറഞ്ഞതാണോ എന്ന് സ്വയം വിലയിരുത്താൻ, സ്വയം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് അത്തരം ഒരു പരിശോധന അനിവാര്യമാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ പ്രമാണങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പാഠം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടച്ചിരിക്കുന്നത് തെറ്റിലേക്ക് പ്രേരണ നൽകുന്ന രീതിയിലാണ്. നന്മയേക്കാൾ മനുഷ്യൻ തെരഞ്ഞെടുക്കുക, മനുഷ്യൻ ഓടിച്ചെല്ലുക തെറ്റുകളിലേക്കാണ്. നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അത് പറയുന്നുണ്ട്, വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിൽ 53-ാമത്തെ ആയത്താണ്, നമുക്ക് പരിചയമുള്ള ആയത്താണ്. യൂസുഫ് നബിയുടെ ചരിത്രം നമുക്കറിയാം. തെറ്റിലേക്ക് ഒരു പെണ്ണ് മാടി വിളിക്കുന്ന സമയം മഹാനായ ആ പ്രവാചകൻ അദ്ദേഹം പറയുന്ന വാചകം എന്താണ്? ഞാൻ എൻ്റെ മനസ്സിനെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. തീർച്ചയായും മനസ്സ് ദോഷമായ കുറ്റകരമായ കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് തന്നെയാണ്. ആർക്കൊഴികെ? റബ്ബിന്റെ റഹ്മത്ത് ലഭിക്കുന്ന ആളുകൾക്കൊഴികെ. അഥവാ അല്ലാഹു മനുഷ്യന്റെ മനസ്സിനെ പടച്ചിരിക്കുന്നത് തെറ്റിലേക്ക് കൂടുതൽ ചായുന്ന രീതിയിലാണ്. അല്ലാഹു വീണ്ടും നമുക്ക് പറഞ്ഞു തന്ന മറ്റൊരു പാഠമുണ്ട്. മനുഷ്യനെ തെറ്റ് ചെയ്യുന്നൊരു പ്രവണതയുണ്ട്, ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കാൻ ഇവിടെ മനുഷ്യന്റെ ശത്രുവായ പിശാചുണ്ട്. അല്ലെ, അല്ലാഹു പറഞ്ഞു പിശാചിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സൂറത്തുൽ അറാഫിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. പിശാച് അള്ളാഹുവോട് പറഞ്ഞ വാചകാണ്, അള്ളാഹുവേ, ഞാൻ നിന്റെ അടിയാറുകളുടെ മുന്നിലൂടെ, പിന്നിലൂടെ, വലതുവശത്തിലൂടെ, ഇടതുവശത്തിലൂടെയൊക്കെ കടന്നു ചെല്ലും. എന്തിനാ? പിശാച് നമ്മുടെ സമീപത്തേക്ക് വരും. ഇത് അള്ളാഹുവിനോട് പിശാച് പറഞ്ഞതാണ്. എന്തിനായി വരുന്നത്? നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ. എന്നിട്ട് പിശാച് പറഞ്ഞ വാചകം എന്താ? അവരിൽ അധിക ആളുകളെയും നന്ദിയുള്ളവരായി, നിനക്ക് ഇബാദത്ത് ചെയ്യുന്നവരായി നിനക്ക് കാണാൻ കഴിയില്ല എന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മനസ്സ് തെറ്റിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കും, ഒന്ന്. രണ്ട്, മനുഷ്യനെ തെറ്റ് ചെയ്യിപ്പിക്കാൻ പിശാച് കഠിനമായി കൊണ്ട് പരിശ്രമിക്കും. മൂന്നാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എല്ലാ മനുഷ്യന്മാരുടെയും കൂടെ
അവന് ഖരീനുകളുണ്ട്. ഖരീൻ എന്ന് പറഞ്ഞാൽ നന്മക്ക് പ്രേരിപ്പിക്കുന്ന അതേപോലെ തന്നെ തിന്മക്ക് പ്രേരിപ്പിക്കുന്ന ആളുകളുണ്ട് മനുഷ്യന്റെ കൂടെ. ഇത് സ്വഹീഹായ ഹദീത്താണ്. അതില് തിന്മക്ക് പ്രേരിപ്പിക്കുന്ന ജിന്നുവർഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചു, വയ്യാക യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ? നിങ്ങളുടെയും കൂടെ തെറ്റിലേക്ക് തിന്മയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പ്രേരണ നൽകുന്ന ഖരീൻ ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതെ എനിക്കുമുണ്ട്. പക്ഷേ എന്റെ കൂടെയുള്ള ഖരീനിനെ അള്ളാഹു എനിക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നബിയുടെ കൂടെയുള്ള ഖരീൻ ഒരിക്കലും നബിയോട് തെറ്റ് പ്രേരിപ്പിക്കൂല. എന്നാൽ നമ്മുടെ കൂടെയുള്ള ആളോ, നമ്മുടെ കൂടെയുള്ള ആള് തെറ്റിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സാഹചര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാഹചര്യം എന്ന് പറയുന്നത് തെറ്റ് ചെയ്യാനുള്ള ഒരുപാട് വാതിലുകൾ നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തെറ്റ് ചെയ്താൽ അവനെ കാത്തിരിക്കുന്ന നരകമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ സജീവമായി ശ്രദ്ധ ചെലുത്തേണ്ട ഒരു മേഖലയാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾ കഴുകിക്കളയാന്നുള്ളത്. മനുഷ്യന്റെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചാൽ ഉടനെ അവരെന്ത് ചെയ്യണം? കഴുകിക്കളയാനും കഴിവിന്റെ പരമാവധി പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും വിശ്വാസികൾ ശ്രദ്ധിക്കണം. അല്ലാഹു പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഒരു വലിയ പ്രതീക്ഷയേകുന്ന ആയത്താണിത്. മനുഷ്യന്മാര് എത്ര തന്നെ തെറ്റ് ചെയ്താലും നബിയെ എന്റെ ദാസന്മാരോട് നീ പറയണം, അവരെ നീ അറിയിക്കണം. എന്താ പറയേണ്ടത്? അവര് നിരാശരാകാൻ പാടില്ല. ചെയ്തു പോയ പാപങ്ങളുടെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരില്ല, മാപ്പ് നൽകില്ല എന്നവർ വിചാരിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് അവന്റെ റഹ്മത്തിനെ തൊട്ട് അവർ നിരാശരാകാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും. അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്. ഞാൻ ഇന്നത്തെ ഖുത്ബയിലൂടെ എൻ്റെ സഹോദരങ്ങളുടെ സഹോദരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടെന്ന് പറയുന്നത്, നമ്മുടെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത്, തിന്മകൾ ചെയ്യാനുള്ള ഒരുപാട് വഴികളുണ്ട് നമ്മുടെ മുമ്പിൽ. അവിടെ നാം മനസ്സിലാക്കേണ്ടത് ആ വഴികളിലൂടെ സഞ്ചരിക്കുകയല്ല, മറിച്ച് ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, ആ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനാണ് വിശ്വാസി ശ്രദ്ധിക്കേണ്ടത്. അവന്റെ കണ്ണിനെ നിയന്ത്രിക്കണം, അവന്റെ കാലിനെ നിയന്ത്രിക്കണം, അവന്റെ ലൈംഗികാവയവങ്ങളെ നിയന്ത്രിക്കണം, അവന്റെ നാവിനെ എല്ലാം നിയന്ത്രിച്ച് പാപങ്ങൾ ചെയ്യാതെ ജീവിക്കാൻ വിശ്വാസി പരിശ്രമിക്കണം. ഇനി വല്ല പാപങ്ങളും സംഭവിച്ചാലോ, ഇനി വല്ല തെറ്റുകളും വന്നാലോ, അവിടെയും നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. എന്താ ഓപ്ഷൻ? അള്ളാഹു പറഞ്ഞു, അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നവനാണ്, അള്ളാഹു പാപങ്ങൾക്ക് മാപ്പ് നൽകുന്നവനാണ്. തീർന്നില്ല. പരിശുദ്ധ ഇസ്ലാമിലെ അധ്യാപനങ്ങൾ വായിച്ചു നോക്കുമ്പോൾ, പഠിക്കുമ്പോൾ ചില കർമ്മങ്ങൾ, ചില അമലുകൾ, ചില പ്രവർത്തികൾ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുമെന്നാണ്. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്താൽ അതിലൂടെ എന്ത് ചെയ്യും? നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നു, അള്ളാഹു മാപ്പ് നൽകുന്നു. അഥവാ പണ്ഡിതന്മാർ അവർ പറയാറുണ്ട് മുകഫിറാത്തു ദുനൂബ് എന്ന് പറയാ, പാപ പരിഹാര മാർഗങ്ങൾ. നമ്മൾ ചെയ്യുന്ന ചില അമലുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളെ അള്ളാഹു മായ്ച്ചു കളയും. അപ്പൊ എന്ത് വേണം? അത് നമ്മൾ പഠിക്കണം. ആ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അപ്പൊ ഉദാഹരണത്തിന് ഒന്നാമത്തെ പോയിന്റായി നമുക്ക് പറയാം, സത്യവിശ്വാസവും അതേപോലെ തന്നെ സൽപ്രവർത്തികളും ഒരാൾ ചെയ്താൽ അതോടുകൂടെ അവന്റെ പാപങ്ങൾ അള്ളാഹു കഴുകിക്കളയുമെന്നാണ്. അപ്പോൾ വലിയ തെറ്റുകൾ ചെയ്ത മനുഷ്യന്മാരുണ്ട്, വലിയ കുറ്റങ്ങൾ ചെയ്ത ആൾക്കാർ. അവര് വ്യഭിചരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മോഷ്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവര് കൊലപാതകം, എന്ത് തെറ്റാകട്ടെ, അത് കൊലപാതകവുമായി ബന്ധപ്പെട്ട വിധി പറയുമ്പോൾ മറ്റൊരു വശമുണ്ട്. എന്തായാലും ഒരാളുടെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചു, അയാൾ മുസ്ലിം അല്ല എന്ന് വിചാരിക്കൂ. അയാൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടെ, വിശ്വാസം സ്വീകരിക്കുന്നതോടുകൂടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച ഹദീസിൽ കാണാം, മഹാനായ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ അസ്ലമൽ അബ്ദു, ഒരു മനുഷ്യൻ വിശ്വാസം സ്വീകരിച്ചു, ഫഹസുന ഇസ്ലാമുഹു, അവനവന്റെ ഇസ്ലാമിനെ നന്നാക്കി, യുകഫിറുല്ലാഹു അൻഹു കുല്ല സയ്യിഅത്തിൻ കാന സലഫഹ, അവന്റെ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. എന്തേ കാരണം? എന്തേ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണം? അയാൾ വിശ്വാസം സ്വീകരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകളുടെ പാപങ്ങൾ അവർ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അപ്പൊ നമുക്ക് പ്രതീക്ഷയാണ്. നമ്മളാരാ? നമ്മുടെ വിശ്വാസികളാണ്. നമ്മുടെ വിശ്വാസത്തിൽ അബദ്ധമില്ല എങ്കിൽ, നമ്മുടെ വിശ്വാസത്തിൽ അപാകതകളില്ല എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ അവന്റെ പ്രവാചകന്മാരിലൂടെ അറിയിച്ചു തന്ന അതേ വിശ്വാസമാണ് നമ്മൾ സ്വീകരിക്കുന്നത് എങ്കിൽ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. അല്ലാഹു പറഞ്ഞു, വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ലനുകഫിറന്ന അൻഹും സയ്യിആതിഹിം വലനജ്സിയന്നഹും അഹ്സനല്ലദീ കാനൂ യഅമലൂൻ. വിശുദ്ധ ഖുർആനിലെ
സൂറത്തുൽ അൻകബൂത്ത് 28-ാമത്തെ അധ്യായം. ആ അധ്യായത്തിൽ അല്ലാഹു പറഞ്ഞു, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരുടെ തിന്മകൾ അവരിൽ നിന്ന് മായ്ച്ചു കളയും. വിശ്വസിക്കുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കളയും. അപ്പൊ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള ഒരു വഴി എന്താ? നമ്മുടെ വിശ്വാസം നമ്മൾ ശരിയാക്കുക എന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസം ശരിയാക്കിയാൽ എന്ത് ചെയ്യുന്നു? പാപങ്ങൾ കഴുകിക്കളയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബീ ദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞു, നബിയെ ഒരു ഉപദേശം നൽകിയാലും, യാ റസൂലല്ലാഹ് ഔസീനി, നിങ്ങൾ എന്നെ ഉപദേശിച്ചാലും. അപ്പൊ നബി പറഞ്ഞു, ഇദാ അമിൽത സയ്യിഅതൻ ഫഅത്ബിഹ ഹസന തംഹുഹാ. നീ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പാപം ചെയ്താൽ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, ഉടനെ അതിനെ തുടർന്ന് നീ ഒരു നന്മ ചെയ്യാം, എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ് അമിനൽ ഹസനതി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അമിനൽ ഹസനതി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നന്മകളിൽപ്പെട്ട കാര്യമാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് നന്മകളിൽപ്പെട്ട കാര്യമാണോ? അപ്പൊ നബി പറഞ്ഞു, ഹിയ അഫ്ദലുൽ ഹസനാത്ത്, അതാണ് ഏറ്റവും വലിയ നന്മ. അഥവാ വിശ്വാസമാണ് ഏറ്റവും വലിയ നന്മ. സഹോദരങ്ങളെ, സഹോദരികൾ, ഇത് നമുക്ക് പ്രതീക്ഷയുള്ള കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒറ്റക്കും കൂട്ടമായൊക്കെ പാപങ്ങൾ ചെയ്യുന്നവരാണ് നമ്മൾ അതിൽ നിന്ന് സുരക്ഷിതരല്ല. നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല ഞാൻ മാസൂമാണ്, ഞാൻ ഉഷാറാണ് എന്ന് നമുക്ക് സ്വയം പറയാൻ സാധ്യമല്ല. മറ്റുള്ളവരോട് വേണമെങ്കിൽ നമുക്ക് പറയാം ഞാൻ നല്ല ആളാണെന്നൊക്കെ. പക്ഷെ നമുക്ക് സ്വയം അറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന്. ആ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള വഴി എന്താ? നമ്മുടെ വിശ്വാസം ശരിയാക്കുക. ഏതാ വിശ്വാസം? ഏതാ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിശ്വാസം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കാൻ പാടില്ല. ശിർക്ക് ചെയ്തോ അവന്റെ വിശ്വാസം ശരിയല്ല. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച അർപ്പിക്കുന്നുണ്ടോ അവന്റെ വിശ്വാസം ശരിയല്ല. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലി അർപ്പിക്കുന്നുണ്ടോ അവന്റെ വിശ്വാസം ശരിയല്ല. അള്ളാഹു അല്ലാത്തവരിൽ ബരമേൽപ്പിക്കുന്നുണ്ടോ അവന്റെ വിശ്വാസം ശരിയല്ല. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്നുണ്ടോ അവന്റെ വിശ്വാസം ശരിയല്ല. ബദരീങ്ങളാണ് സത്യം, അതേപോലെ തന്നെ റിഫായി ഷെയ്ഖാണ് സത്യം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. പാടില്ല. അള്ളാന്റെ പേരിലെ സത്യം, അതാണ് ഈമാൻ, അതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ജാറങ്ങളിലും ദർഗകളിലും പോയി സുജൂദ് ചെയ്യുന്നവരാണോ? അവിടെ കിടക്കുന്ന മഹാന്മാർക്ക് വലിയ മഹത്വമുണ്ട്, പ്രത്യേകതകളുണ്ട്, അവരെ നമ്മളെ കാണും കേൾക്കുമെന്ന് വിശ്വസിക്കുന്നവരാണോ? നമ്മുടെ വിശ്വാസം ശരിയല്ല. അതുകൊണ്ട് പാപങ്ങൾ കഴുകിക്കളയണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഒന്നാമത് ചെയ്യേണ്ടത് എന്താ? അവന്റെ വിശ്വാസം നന്നാക്കുക എന്നുള്ളത്. അതാണ് മുകഫിറാത്തു ദുനൂബിൽ പണ്ഡിതന്മാർ ഒന്നാമതായി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. രണ്ടാമത്തത്, നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തെറ്റുകൾ സംഭവിച്ചാൽ അവരെന്ത് ചെയ്യും? അവർ ക്ഷമിക്കുക. തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ക്ഷമിക്കുക എന്ന ഗുണമുണ്ടെങ്കിൽ അതിലൂടെ എന്ത് ചെയ്യും? അവരുടെ പാപങ്ങൾ കഴുകിക്കളയും. അല്ലാഹു പറഞ്ഞു, ഇല്ലല്ലദീന സബറു വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിലെ 11-ാമത്തെ ആയത്താണ്. എന്താ അല്ലാഹു പറയുന്നത്? ക്ഷമിക്കുകയും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ അവർക്കാകുന്ന പാപമോചനവും അതേപോലെ തന്നെ വലിയ പ്രതിഫലവും ഉള്ളത്. ക്ഷമിക്കുന്ന ആളുകൾക്ക് പാപമോചനമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്ഷമിക്കുകയാണ് എങ്കിൽ സംഭവിച്ച പാപങ്ങൾ എന്ത് ചെയ്യും? അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. പ്രവാചകൻ പറഞ്ഞു, അഫ്ദലുൽ ഈമാനി അസ്സബ്ർ, ഈ വിശ്വാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്ന ക്ഷമയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. അതേപോലെ തന്നെ വിട്ടുവീഴ്ചയാണ്. ഇത് രണ്ടും നമുക്ക് ഉണ്ടാവണം. ക്ഷമിക്കാനും വിട്ടുവീഴ്ച കാണിക്കാനും നമുക്ക് സാധിക്കണം. എവിടെയൊക്കെ ക്ഷമ വേണം? ആരാധനാ രംഗത്ത് ക്ഷമ ഉണ്ടാവണം. നിസ്കരിക്കണമെങ്കിൽ ക്ഷമ വേണം, നോമ്പ് നോൽക്കണമെങ്കിൽ ക്ഷമ വേണം, സകാത്ത് കൊടുക്കണമെങ്കിൽ ക്ഷമ വേണം. പണ്ഡിതന്മാരത് പഠിപ്പിച്ചു. അതേപോലെ വിപത്തുകളിൽ ക്ഷമ വേണം. അപകടങ്ങൾ ഉണ്ടാകാം, പരീക്ഷണങ്ങൾ ഉണ്ടാകാം. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അഥവാ ക്ഷമ കൈക്കൊള്ളേണ്ടത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും അവന് എതിര് പ്രവർത്തിക്കാതിരിക്കുന്നതിലും അവന്റെ വിധിയുടെ ഭാഗമായി സംഭവിക്കുന്ന പ്രയാസങ്ങളിലുമാണ്. ഈ 3 മേഖലകളിൽ നമ്മൾ ക്ഷമിച്ചാൽ അതിലൂടെ നമ്മുടെ പാപങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹു പുറത്തുതരും. അള്ളാഹുവിനെ അനുസരിക്കുന്നതാണ് ഇബാദത്ത്. രണ്ട് അവന് എതിര് പ്രവർത്തിക്കാതിരിക്കുക, അനാവശ്യങ്ങൾ ചെയ്യാതിരിക്കുക, ഹറാമുകൾ ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ പ്രയാസങ്ങൾ ഉണ്ടായാൽ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ എന്ത് ചെയ്യുക? അതിൽ ക്ഷമിക്കുക. അപ്പൊ രോഗം എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഇപ്പൊ പല ആൾക്കാരും പറയും രോഗമുണ്ട്, പ്രാർത്ഥിക്കണം, ഉമ്മാക്ക് രോഗമാണ്, വാപ്പാക്ക് നമ്മൾ പ്രാർത്ഥിക്കണം വേണ്ടെന്നല്ല. പക്ഷെ സഹോദരങ്ങൾ, നമ്മൾ അറിയേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാളെ പരീക്ഷിക്കുന്നതാണ്. പരീക്ഷണം എന്ന് പറഞ്ഞാൽ, രോഗം എന്ന് പറഞ്ഞാൽ പരീക്ഷണമാണ്. അള്ളാഹു ഒരു കൗമിനെ, ഒരു വിഭാഗം ആളുകളെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കുമെന്നാണ്. പരീക്ഷണങ്ങൾ ഇല്ല എങ്കിൽ നമ്മൾ വിചാരിക്കണ്ട നമ്മൾ ഉഷാറാണെന്ന്, നമ്മൾ പേടിക്ക വേണ്ടത്. പരീക്ഷണങ്ങൾ കടന്നു വരുന്നത് എന്തിന്റെ അടയാള? അള്ളാഹുവിന്റെ ഹുബ്ബുണ്ട് എന്നുള്ളതിന്റെ അടയാളാണ്. മനസ്സിലായി? അതുകൊണ്ട് രോഗം പരീക്ഷണമാണ്. ആ രോഗം വരുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ പഠിക്കണം. നമ്മൾ അൽഹംദുലില്ലാ ചികിത്സിക്കണം, അതൊക്കെ മറ്റൊരു വിഷയമാണ്. ചികിത്സ നടത്തണം, അതിന് വേണ്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ ആ രോഗത്തിലൂടെ സംഭവിക്കുന്ന എന്താണ്?
നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ കഴുകിക്കളയാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താ? പാപ പരിഹാര മാർഗമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം ക്ഷമിക്കുക എന്നുള്ളതാണ്. എവിടെയൊക്കെയാണ് വേണ്ടത് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റ് മഹാപാപങ്ങൾ വർജിക്കുക എന്നുള്ളതാണ്. വൻ പാപങ്ങൾ എന്ന് പറയാ, കബായിർ എന്ന് പറയും. കബായിർ എന്ന് പറഞ്ഞാൽ വൻ പാപങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു പറഞ്ഞു, തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിറു അൻകും സയ്യിആതികും വനുദ്ഖിലുകും മുദ്ഖലൻ കരീമാ. ഈ ആയത്തിലൂടെ അല്ലാഹു വൻ പാപങ്ങൾ വെടിയണം, ഒഴിവാക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താണ് ഈ വൻ പാപങ്ങൾ? വൻ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ വിശാലമായി ഓരോ വിശ്വാസിയും പഠിക്കേണ്ട ഒരു മേഖലയാണത്. കാരണം അതൊരു നിസ്സാരമായ കാര്യമല്ല, അതൊരു ചെറിയ കാര്യമല്ല. ഉദാഹരണത്തിന് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്ലാമിക ലോകത്തെ വലിയ പണ്ഡിതനാണ് അദ്ദേഹം അൽ കബായിർ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അൽ കബായിർ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം 70ഓളം വൻ പാപങ്ങളെ എണ്ണി പഠിപ്പിക്കുന്നുണ്ട്. 70ഓളം വൻ പാപങ്ങൾ. നമ്മൾ പഠിച്ച വൻ പാപങ്ങൾ എത്രയാ? 7 വൻ പാപങ്ങൾ എന്നാണ് നമ്മൾ പറയാ. 7 വൻ പാപങ്ങൾ. അതേതാ? ഷിർക്കാണ്, സിഹറാണ്, ഖത്ലുൻ നഫ്സ് ഉണ്ട് അതില്, അതേപോലെ തന്നെ റിബയുണ്ട് അതിൽ. നമുക്ക് അങ്ങനെ എണ്ണി പറയാൻ പറ്റും 7 മഹാപാപങ്ങൾ. എന്നാൽ വൻ പാപങ്ങൾ 70 എന്നാണ് മഹാനായ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതേപോലെ ഇമാം ഹൈത്തമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സവാജിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം 100ഓളം വൻ പാപങ്ങളെ എണ്ണിയിട്ടുണ്ട്. 100ഓളം വൻ പാപങ്ങൾ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങൾ എന്താ? വൻ പാപങ്ങളാണ്. ആ വൻ പാപങ്ങൾ ചെയ്താൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരാകാൻ, പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല. മനസ്സിലായി? അപ്പൊ എന്താ ഈ വൻ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ വിശദീകരിച്ചു, അന്നൽ കബീറത ഹിയ കുല്ലു ദംബിൻ ഔ മഅസിയത്തിൻ ഹദ്ദദ ലഹ ശർഉ ഉഖൂബത്തുൻ ഫി ദുനിയ കൽ ഹദ്ദി സരിഖതി വഹദ്ദി സിന വഹദ്ദി ശുർബിൽ ഖംർ. പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ വൻ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം ചെയ്താൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ശിക്ഷയുണ്ട് എന്ന് പഠിപ്പിച്ചത് തെറ്റുകൾ എന്താണ്? വൻ പാപങ്ങളാണ്. ഉദാഹരണമായി മോഷ്ടിക്കുന്നവനെ കൈവെട്ടണം, ദുനിയാവിൽ തന്നെ ശിക്ഷ കൊടുക്കണം. അത് ഇസ്ലാമിക കോടതിയിൽ ഭരണകൂടം ഉണ്ടെങ്കിൽ അവനെ കൈവെട്ടണം. അതെന്താണ്? മോഷ്ടിക്കുക എന്നുള്ളത് വൻ പാപമാണ്. അതേപോലെ അഥവാ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ നടപ്പിലാക്കണമെന്ന് പറഞ്ഞ പാപങ്ങൾ. ഒരാൾ കള്ളുടിച്ചു, മദ്യപിച്ചു, ഒരാൾ ഇസ്ലാമിക രാജ്യം ഉണ്ടെങ്കിൽ എന്ത് വേണം? അയാളെ ശിക്ഷ നടപ്പിലാക്കണം. അപ്പൊ ഞാൻ സൗദി അറേബ്യയിൽ ഒരുപാട് കാലം ജോലി ചെയ്ത ആളാണ്. അവിടെയുള്ള മഹ്കമയിൽ, അവിടെയുള്ള കോടതിയിലെ ട്രാൻസ്ലേഷൻ എൻ്റെ ജോലിന്റെ ഭാഗമാണ്. അവിടെ മദ്യപിച്ചുകൊണ്ട് ആൾക്കാരെ കൊണ്ടുവരും. അവർ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? അവർക്ക് ശിക്ഷ വിധിക്കും. എന്താ ശിക്ഷ? എന്താ? അവർക്ക് ഒന്നുകിൽ 90 ദിവസം അവർ ജയിലിൽ കിടക്കണം, ചിലപ്പോൾ 70 അടി ഉണ്ടാകും, നാട് കടത്തും. അത് ശിക്ഷയാണ്, ഇസ്ലാമിന്റെ നിയമമാണ്. അത് മദ്യപിക്കുക എന്നുള്ളത് ഇസ്ലാമിക രാജ്യത്ത് പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ ശിക്ഷ നിശ്ചയിച്ച, ശിക്ഷ പറഞ്ഞ പാപങ്ങൾ അതെന്താ? വൻ പാപമാണ്. വ്യഭിചാരി അല്ലെ, വ്യഭിചരിച്ചയാൾ എന്ത് ചെയ്യണം? എറിഞ്ഞു കൊല്ലേണ്ട ആൾക്കാരുണ്ട്, 100 അടി അടിക്കേണ്ട ആളുകളുണ്ട്. ഞാൻ അതിന്റെ ഹുദൂദിൽ, അതിന്റെ ആ തലത്തിലേക്ക് പോകല, മറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ശിക്ഷ നിശ്ചയിച്ച, ശിക്ഷയുണ്ട്, ദുനിയാവിൽ തന്നെ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ പാപങ്ങൾ എന്താണ്? വൻ പാപങ്ങളാണ്. തീർന്നില്ല, ഒന്നുകൂടെ പണ്ഡിതന്മാർ പറഞ്ഞു. അവർ പറഞ്ഞു, അതല്ലെങ്കിൽ നരകം വാഗ്ദാനം ചെയ്ത, അള്ളാഹുവിന്റെ കോപമുണ്ട് എന്ന് പറഞ്ഞ, അതേപോലെ തന്നെ ശാപമുണ്ട് എന്ന് പഠിപ്പിച്ച പാപങ്ങളും വൻ പാപങ്ങളാണ്. ചില ഹദീസുകൾ വായിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഭാഗം ആളുകളോട് കോപിച്ചിരിക്കുന്നു, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അവരെ ശപിച്ചിരിക്കുന്നു എന്നൊക്കെ പറയും. അല്ലാഹും റസൂലും ശപിച്ചു അല്ലെ. അപ്പം പുരുഷന്മാരുടെ വേഷം ധരിക്കുന്ന സ്ത്രീകൾ, സ്ത്രീകളുടെ വേഷം ധരിക്കുന്ന പുരുഷന്മാർ, അവർക്ക് അല്ലാഹുവിന്റെയും റസൂലിന്റെയും ശാപമുണ്ട്. ലഅനത്തുല്ലാഹി എന്ന് പറഞ്ഞത്, അവർക്ക് ശാപമുണ്ട്. അതെന്താ? വൻ പാപമാണ്. നോക്കൂ നിങ്ങൾ, എത്ര നിസ്സാരമായ കാര്യമാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾ പോലും ഇന്ന് ആൺകുട്ടികളുടെ വേഷമാണ് ധരിക്കുന്നത്. ആർക്കാ സംശയമുള്ളത്? നമ്മുടെ മക്കൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന വേഷം അള്ളാഹുവും റസൂലും ശാപത്തിന് കാരണമാണ് എന്ന് പറഞ്ഞ വേഷമാണ് എങ്കിൽ അത് വൻ പാപമാണ്. നമുക്കൊന്നും മടിയില്ല, ഒരു പ്രയാസമല്ല നമുക്ക്. നമ്മുടെ പെൺമക്കളുടെ അലമാരത് പോയി തുറന്നു നോക്കി നിങ്ങൾ. ആ അലമാരയിൽ അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ്? ഒരു 20 വർഷം മുമ്പ്, 30 വർഷം മുമ്പ് നമ്മൾ ജീവിച്ച ആ കാലഘട്ടത്തിൽ ഇസ്ലാമികമായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഇവിടെ വീടുകളിൽ ഉണ്ടായിരുന്നു, കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. പാപങ്ങളിലേക്ക് ആളുകൾ കുതിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കിവിടെ ശ്രദ്ധ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ വൻ പാപങ്ങൾ ഒഴിവാക്കിയാൽ, വൻ പാപങ്ങളിൽ നിന്ന് മാറി നിന്നാൽ അത് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള വഴിയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിച്ചാൽ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ കബായിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ വൻ പാപങ്ങളെ കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായി ഖുത്ബയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. വൻ പാപങ്ങൾ ഞാൻ പറഞ്ഞു 7 എണ്ണം മാത്രമല്ല. റസൂലുള്ളാഹി പറഞ്ഞു, അല ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ, ഞാൻ നിങ്ങൾക്ക് വൻ പാപങ്ങളെ അറിയിച്ചു തരട്ടെയോ? അപ്പൊ അവർ പറഞ്ഞു, അതേ നബിയെ പറഞ്ഞു തന്നാലും. അപ്പൊ നബി പറഞ്ഞു, ഖൗലു സൂർ, മോശമായ വർത്താനം,
മോശമായി പരിഹസിക്കുക, അതേപോലെ തന്നെ തെറി വിളിക്കുക, ഇതൊക്കെ എന്താണ്? പിന്നെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുക. ഇത് വൻ പാപമായിക്കൊണ്ട പ്രവാചകൻ പഠിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം വൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് നമ്മൾ ഗൗരവമായി ആലോചിക്കണം. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾ കഴുകിക്കളയാൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്, വഴികളുണ്ട്. ആ വഴികൾ നമ്മൾ സ്വീകരിക്കണം. ഒരുപാട് പാപങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. 4ാമത്തെ പോയിന്റ് ഇസ്തിഗ്ഫാറാണ്. അള്ളാഹുവിനോട് നിറഞ്ഞ മനസ്സോടുകൂടെ നമ്മൾ വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെയും സൂറത്തുൻ നിസാ 110-ാമത്തെ ആയത്താണ്. അല്ലാഹു പറഞ്ഞു, ആരെങ്കിലും വല്ല തിന്മയും ചെയ്യുകയോ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയോ ചെയ്തിട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന പക്ഷം അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്. അപ്പൊ പാപങ്ങൾ ചെയ്താൽ, പാപങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ നടത്തിയാൽ, അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചാൽ അള്ളാഹു പുറത്തു തരും. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നബി പറഞ്ഞു, തൂബ ലിമൻ വജദ ഫീ കിതാബിഹി ഇസ്തിഗ്ഫാറൻ കതീറ. തൂബ എന്ന് പറഞ്ഞ 2 അർത്ഥമുണ്ട്. തൂബ എന്ന് പറഞ്ഞാല് മംഗളാശംസകൾ എന്നൊരു അർത്ഥമുണ്ട്. അതേപോലെ തൂബ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഒരു വൃക്ഷമാണ് എന്ന അഭിപ്രായമുണ്ട്. സ്വർഗീയവാസികളുടെ, സ്വർഗത്തിലെ മനുഷ്യന്മാരുടെ വസ്ത്രം ഉണ്ടാക്കാൻ വേണ്ടി ആ വൃക്ഷമാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്താകട്ടെ, തൂബ ലിമൻ വജദ, തൂബയുണ്ട് ആർക്ക്? ലിമൻ വജദ ഫീ കിതാബിഹി ഇസ്തിഗ്ഫാറൻ കതീറ. ആരുടെ ഗ്രന്ഥത്തിലാണോ നന്മയും തിന്മയും രേഖപ്പെടുത്തുന്ന, ആരുടെ ഗ്രന്ഥത്തിലാണോ ഇസ്തിഗ്ഫാർ ധാരാളമായി കൊണ്ടുള്ളത്, ആരാണോ കൂടുതൽ പാപമോചനം തേടുന്നത്, അവർക്ക് തൂബയുണ്ട്. ഒന്നുകിൽ സ്വർഗമുണ്ട്, അല്ലെങ്കിൽ സ്വർഗീയമായ വസ്ത്രങ്ങളുണ്ട്. എന്തായാലും ശരിയാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച, അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹ് ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത മറ. അല്ലാഹു റസൂൽ പറയും, മനുഷ്യന്മാരെ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങൂ, ഞാനൊരു ദിവസം 100 തവണ അല്ലാഹുവിനോട് പാപമോചനം തേടുന്നതാണ്. അപ്പോ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള വഴി എന്താ? ഇസ്തിഗ്ഫാറാണ്. മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അക്സിറു മിനൽ ഇസ്തിഗ്ഫാരി ഫീ ബുയൂതികും വഅലാ മവാഇദികും വഫീ തുറഖികും വഫീ അസ്വാഖികും വഫീ മജാലിസികും വഅയ്നമാ കുൻതും ഫഇന്നകും മാ തദ്റൂന മതാ തൻസിലുൽ മഗ്ഫിറ. എന്തൊരു വാചകാണത്! അദ്ദേഹം പറയാണ്, അല്ലയോ മനുഷ്യന്മാരെ, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കൂ. എവിടെ? നിങ്ങളുടെ ബുയൂത്തുകളിൽ, നിങ്ങളുടെ വീടുകളിൽ, വഅലാ മവാഇദികും, നിങ്ങളുടെ ഭക്ഷണ മേശകളിൽ, ഭക്ഷണം കഴിക്കുന്ന സന്ദർഭങ്ങളിൽ, വഫീ തുറഖികും, നിങ്ങളുടെ വഴികളിൽ, വഫീ അസ്വാഖികും, അങ്ങാടികളിൽ വെച്ച്, വഫീ മജാലിസികും, നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ വെച്ച്, വഅയ്നമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും. നിങ്ങൾക്കറിയില്ല. കാരണം എന്താ? നിങ്ങൾക്കറിയില്ല എവിടുന്നാണ്, ഏത് സ്ഥലത്താണ് അള്ളാഹുവിന്റെ പാപമോചനം ഇറങ്ങുക എന്ന്. അതുകൊണ്ട് നിരന്തരം ഇസ്തിഗ്ഫാർ നടത്താൻ മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഒരു സത്യവിശ്വാസിയെ ബാധിക്കുന്ന എല്ലാ ഉപദ്രവവും അവന്റെ പാപങ്ങൾ നിമിത്താണ്. നഊദുബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് ബാധിക്കുന്ന എല്ലാ ഉപദ്രവവും അവന്റെ പാപങ്ങൾ നിമിത്തമാണ്. അതുകൊണ്ട് തന്നെ ഇസ്തിഗ്ഫാർ എന്ത് ചെയ്യും? വൽ ഇസ്തിഗ്ഫാറു യംഹു ദുനൂബ. ഇസ്തിഗ്ഫാർ അവന്റെ പാപങ്ങളെ മായ്ച്ചു കളയുമെന്ന് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മഹാനായ ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആന യദുല്ലുകും അലാ ദാഇകും വദബാഉകും. നിശ്ചയം ഈ ഖുർആനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രോഗവും മരുന്നും കാണിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ രോഗമുണ്ട്, അതിനുള്ള മരുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, രോഗം എന്നാൽ പാപമാണ്. രോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പിന്നെ രോഗം എന്നാൽ അത് പാപങ്ങളാണ്, മരുന്ന് എന്നാൽ അത് ഇസ്തിഗ്ഫാറാണ് എന്നാണ് മഹാനായ ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കുന്ന വിശ്വാസവും സൽക്കർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. മഹാപാപങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് കഴിയണം, ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ വേറെയും അസ്ബാബുകൾ, വേറെയും കാരണങ്ങൾ പണ്ഡിതന്മാര് എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലൂടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെ കഴുകിക്കളയാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹക്ക് നേരെ അപവാദ പ്രചരണം നടത്തിയ ചരിത്രം പ്രസിദ്ധമാണ്. മുസ്ലിങ്ങളായ ആളുകൾ പോലും നമ്മുടെ ഉമ്മയായ ആയിഷ
റളിയല്ലാഹു അൻഹക്കെതിരെ അപവാദം പ്രചരിപ്പിച്ചു. ആ കൂട്ടത്തിൽ മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹു ഉണ്ട്. മിസ്തഹ് എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ബന്ധുവാണ്, ആയിഷ ഉമ്മയുടെ കുടുംബക്കാരനാണ്. അദ്ദേഹം വളരെ ദുർബലനാണ്, സമ്പത്തൊന്നുമില്ലാത്തൊരു പാവപ്പെട്ട മനുഷ്യരാണ്. അദ്ദേഹത്തെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂടെ സംരക്ഷിച്ചിരുന്നത്, അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം മറ്റുള്ള സൗകര്യങ്ങളൊക്കെ നൽകിയിരുന്നത് അബൂബക്കർ റളിയല്ലാഹു ആണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ അപവാദ പ്രചരണ വാർത്ത കേൾക്കുമ്പോൾ അത് പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മിസ്തഹുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ മിസ്തഹും തൻ്റെ മകൾക്കെതിരെ അപവാദം പ്രചരിപ്പിക്കുന്നുണ്ട്, അവരുടെ കൂട്ടത്തിൽ അയാളുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു തീരുമാനം എടുത്തു, ഞാനിനി ഒരിക്കലും മിസ്തഹിന് ഞാനൊന്നും കൊടുക്കൂല, മിസ്തഹിന് ഞാനൊരു ചെലവും ഞാൻ ചെയ്യൂല. അദ്ദേഹം എൻ്റെ മകൾക്കെതിരെയാണ് അപവാദം, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഭാര്യക്കെതിരെയാണ് അപവാദം പറയുന്നത്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഒരു ആയത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ നിങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠതയും കഴിവുമുള്ള ആളുകൾ, അവര് കുടുംബ ബന്ധമുള്ള ആളുകൾക്ക്, അവരുടെ അടുത്ത ആളുകൾക്ക്, സാധുക്കൾക്ക്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വദേശം വെടിഞ്ഞു വന്ന ആളുകൾക്ക് ഒന്നും കൊടുക്കുകയില്ല എന്ന് ശപഥം ചെയ്യരുത്. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞ വാചകം എന്താ? ഞാൻ ഇനി ഒന്നും കൊടുക്കൂല എന്നാണ്. അപ്പൊ അള്ളാഹ് പറയാണ്, അങ്ങനെ നിങ്ങൾ ആരും ശപഥം ചെയ്യാൻ പാടില്ല, അങ്ങനെ നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവര് നിങ്ങളെ ദ്രോഹിക്കുന്ന ആളുകളാകാം, ഉപദ്രവിക്കുന്ന ആൾക്കാരാകാം, നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് മാപ്പ് കൊടുക്കണം. നിങ്ങൾ അള്ളാഹു മാപ്പ് നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകണം, പുറത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം മിസ്തഹിനെ വിളിച്ച് എന്തായിരുന്നു മിസ്തഹിന് നൽകിയത് അതൊക്കെ കൊടുക്കാൻ തയ്യാറായി എന്നാണ്. അദ്ദേഹത്തിന്റെ ബാധ്യതകൾ, അദ്ദേഹത്തിന്റെ ചെലവുകളൊക്കെ വീണ്ടും അദ്ദേഹം കൊടുത്തു തുടങ്ങി. ഞാനിത് പറയുന്നത് പാപപരിഹാര മാർഗങ്ങളിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ വിട്ടുവീഴ്ച കാണിക്കുക. നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകളോടും നമ്മളെ വേദനിപ്പിക്കുന്ന ആളുകൾക്ക് നമ്മൾ മാപ്പ് കൊടുക്കുക. അതിലൂടെ സംഭവിക്കുന്ന എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ എന്ത് ചെയ്യും? മാപ്പ് തരും, പുറത്തു തരും. സഹോദരങ്ങളെ, നമ്മളൊന്ന് ഫോൺ വിളിച്ചാൽ തീരുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. നമ്മളൊന്ന് കൈ പിടിച്ചാൽ, നമ്മളൊന്ന് സലാം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ മനുഷ്യന്മാരുടെ ഇടയിലുണ്ട്. പക്ഷെ സലാം പറയാൻ നമുക്ക് മടിയാണ്, അല്ലെങ്കിൽ നമ്മളതിന് തയ്യാറാകുന്നില്ല. എത്രയോ കുടുംബങ്ങൾ അകന്നു നിൽക്കുകയാണ്. ഒരു വീടിന്റെ ഉള്ളിൽ ഭാര്യയും ഭർത്താവും ഒരു റൂമിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്, പക്ഷെ അവർ ഭാര്യയും ഭർത്താവും അല്ല. അവർ ഭാര്യയും ഭർത്താവുമായി ജീവിച്ചിട്ട് എത്രയോ നാളുകളായി, അവരൊരുമിച്ച് ഉറങ്ങിയിട്ട് നാളുകളായി. കാരണം എന്താ? അവര് മക്കളുടെ മുമ്പിൽ അവർ ഭാര്യയും ഭർത്താവാണ്, നാട്ടുകാരുടെ മുമ്പിൽ അവർ ഭാര്യയും ഭർത്താവാണ്. പക്ഷെ അവർക്ക് എന്തില്ല? പരസ്പരം ഇണകളായി പരസ്പരം സ്നേഹത്തോടെ ജീവിക്കാൻ പറ്റും, വിട്ടുവീഴ്ച കാണിക്കാൻ പറ്റുന്നില്ല. ഈ പള്ളിയിൽ എൻ്റെ ഈ ഖുത്ബ കേൾക്കുന്ന, ഈ ഖുത്ബ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഭർത്താവ്, ഏതെങ്കിലും ഒരു ഭാര്യ ആ ഗണത്തിൽപ്പെട്ടവരാണ് എങ്കിൽ അള്ളാഹുവിനെ മുൻനിർത്തി പറയുന്നു, വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എങ്കിൽ നഷ്ടമാകുന്ന നമ്മുടെ ദുനിയാവും പരലോകവുമാണ്. നഷ്ടമാകുന്നത് നമ്മുടെ ദുനിയാവും പരലോകവുമാണ് എന്ന കൃത്യമായ ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ച കാണിക്കാൻ, മാപ്പ് കൊടുക്കാൻ നമ്മൾ തയ്യാറാക്കുക. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. പടച്ചോനെ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ, അല്ലാഹു നീ ഞങ്ങളോട് മാപ്പ് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാ. പ്രിയപ്പെട്ട റബ്ബ് നമുക്ക് പുറത്തു തരണമെങ്കിൽ നമ്മൾ വിട്ടുവീഴ്ച കാണിക്കണ്ടേ, നമ്മൾ മാപ്പ് കൊടുക്കണ്ടേ? അതുകൊണ്ട് തന്നെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളുണ്ട്. അല്ലെ, ഭാര്യയെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ, ഭർത്താവിനെ ഒന്ന് തലോടിയാൽ തീരാവുന്ന പ്രശ്നങ്ങളുണ്ട്. മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമുണ്ട്. മാതാപിതാക്കളുടെ സമീപത്ത് പോയി ഉമ്മ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുണ്ട്. അയൽവാസിയുമായി നീണ്ട കാലങ്ങൾ പിണക്കത്തിലാണ്, നീണ്ട കാലങ്ങൾ അവർ അകന്ന് കഴിയുകയാണ്. ഒരു ദിവസം കയറി ചെന്ന് സലാം പറഞ്ഞ് നമ്മൾ ഇങ്ങനെ കഴിയേണ്ടവരല്ല എന്നൊരു വാചകം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ, മാപ്പ് കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ മനുഷ്യന്മാരാണ്, അത്തരം നല്ല ഗുണങ്ങൾ പ്രകടിപ്പിക്കേണ്ട ആളുകളാണ്. കാരണം നമ്മുടെ സമീപത്ത് മരണമുണ്ട്. ഏത് സമയത്താണ് നമ്മൾ മരിക്കുന്നത് പറയാൻ പറ്റില്ല. മരണത്തിന്റെ വാർത്തകൾ നിരന്തരം കേൾക്കുന്നവരാണ് നമ്മൾ. നാളത്തെ പ്രഭാതം ഒരുപക്ഷേ ഇന്ന വ്യക്തി, നമ്മുടെ ഇന്ന സഹോദരൻ മരണപ്പെട്ടു എന്ന് നമ്മുടെ പേര് ചേർത്ത മെസ്സേജുകൾ പാറിക്കളിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആലോചിക്കുക, ചിന്തിക്കുക. ദുനിയാവ് നശ്വരമാണ്,
ദുനിയാവ് ശാശ്വതമല്ല. ദുനിയാവ് ഈ എന്താ പറയുക, നശ്വരമായ ലോകത്തു നിന്ന് അനശ്വരമായ ഒരു ലോകത്തേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഒരിക്കലും നശിക്കാത്ത പരലോകത്തേക്കുള്ള യാത്രയിലാണ്. ആ യാത്രക്കിടയിൽ വിഭവങ്ങൾ ഒരുക്കാൻ, വിഭവങ്ങൾ സംഭരിക്കാനാണ് ഈ ദുനിയാവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതിനുവേണ്ടി നമ്മൾ തയ്യാറാവുക, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഞാൻ എൻ്റെ ഖുത്ബയുടെ ആദ്യത്തെ വാചകത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരികയാണ്. വിശ്വാസി എന്ന് പറഞ്ഞാൽ ഏതൊരു നന്മ ചെയ്യാൻ അവസരം കിട്ടിയാലും ആ നന്മയുടെ വാതിലുകൾ തള്ളി തുറക്കുന്നവരാണ്, മടി കാണിക്കാൻ നിൽക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് നന്മ ചെയ്യാനൊരു അവസരമുണ്ട്. നമ്മുടെ പള്ളിയിലേക്ക് മറ്റൊരു പ്രദേശത്ത് നിന്ന് ചില ആളുകൾ വന്നിട്ടുണ്ട്. ചില സഹോദരങ്ങൾ, പ്രായമുള്ള, നമ്മളെക്കാൾ പ്രായമുള്ള ചില ആളുകൾ വന്നിട്ടുണ്ട്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവരുടെ ആഗ്രഹം അവരുടെ നാട്ടിലും ഇതേപോലെ ഒരു പള്ളി ഉണ്ടാകണമെന്നാണ്. അവരുടെ നാട്ടിലും സുജൂദ് ചെയ്യാൻ, നിർഭയത്വത്തോടുകൂടെ സുജൂദ് ചെയ്യാൻ, ആരാധനകൾ ചെയ്യാൻ, അതേപോലെ തന്നെ ഖുത്ബ നടത്താൻ, ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ ഒരു ഭംഗിയുള്ള ഏറ്റവും നല്ല ഒരു പള്ളി ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവർ പരിശ്രമങ്ങൾ തുടങ്ങി വർഷങ്ങളായി. വ്യക്തിപരമായി എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അവസാന ജോലികളിലാണ് അവർ. അതിൻ്റെ സ്ട്രക്ചർ വർക്കുകളൊക്കെ പൂർത്തിയായി. അതുകൊണ്ട് നമ്മളാ സംരംഭവുമായി സഹായിക്കാൻ നമുക്ക് അവസരമുണ്ട്. നന്മ ചെയ്യാനുള്ള അവസരമാണ് ഞാൻ പറയുന്നത്. പെരുമ്പാവൂരിൽ ഉയരാൻ പോകുന്ന പള്ളിയുടെ ആ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഒരു ചെറിയ വിഹിതമെങ്കിലും നമ്മുടേത് ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക. അവിടെ ഒരുപക്ഷെ 50, 60, 70, 100 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പള്ളിയാണ് അവരുണ്ടാക്കുന്നത്. നമ്മൾ മരിച്ചാലും അവിടെ ആളുകൾ സുജൂദ് ചെയ്യും. നമ്മൾ മരിച്ചാലും അവിടെ ഖുത്ബകൾ നടക്കും. നമ്മൾ മരിച്ചാലും അവിടെ ഖുർആൻ ക്ലാസ്സുകളും മറ്റുള്ള ദഅവ പ്രവർത്തനങ്ങൾ നടക്കും. നമ്മളറിയാതെ നമ്മുടെ ഖബറിലേക്ക് നന്മകൾ ഒഴുകി വരാനുള്ള ഒരു വാതിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ പള്ളിയിലേക്ക് കടന്നു വന്ന സഹോദരങ്ങൾ നന്മ ചെയ്യാനുള്ള വാതിൽ നമുക്ക് തുറന്നു തരുന്നു. സാധിക്കുന്ന ആളുകൾ ഇപ്പോൾ തന്നെ സഹായിക്കാം. അവിടെ അവര് ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഗൂഗിൾ പേ സംവിധാനത്തിലൂടെ നമുക്ക് പണം അവർക്ക് അയച്ചു കൊടുക്കാം. ഇന്ന് കരുതാത്ത ആളുകൾ, അവർക്ക് വേണമെങ്കിൽ അവരുടെ കയ്യിലുള്ള ഒരു ബ്രോഷർ, അതിൻ്റെ ഒരു പരസ്യം ഉണ്ടെന്ന് നിങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി കൂടിയാലോചിച്ച് ഭാര്യയും മക്കളും എല്ലാവരും കൂടെ കൂടിയാലോചിച്ച് സാധ്യമാകുന്ന ഒരു നല്ല സഹായം അവർക്ക് നൽകണമെന്ന് വളരെയധികം സ്നേഹത്തോടെ എൻ്റെ സഹോദരങ്ങളെയും സഹോദരികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ പ്രവർത്തിക്കാൻ, നന്മകൾ ചെയ്യാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തി പാപങ്ങൾ കഴുകിക്കളഞ്ഞ് നല്ല ഹൃദയത്തിന്റെ ഉടമകളായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നല്ല സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുടെ അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. സാമ്പത്തികമായി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്, അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതികളുണ്ട്, അള്ളാഹു സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകിയവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന മനുഷ്യരോട് അള്ളാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഫലസ്തീനിന്റെ മണ്ണിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിൽനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിൽനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിൽനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.